ചേട്ടാ നമ്മുടെ പുതിയൊരു വിവാദം ഇപ്പൊ തലപൊക്കിയിട്ടുണ്ടല്ലോ. അതായത് ഈ പ്രചരണമൊക്കെ അടുത്ത്, അതായത് ഇലക്ഷൻ അടുത്ത് പ്രചരണത്തിന് ഇറങ്ങി തുടങ്ങി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം നമ്മുടെ എന്താ പേര് ടീന ജോസ്, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയെ കൊലപാതക ആഹ്വാനവുമായിട്ടൊരു കമന്റ് ഇട്ടു. ആ കമന്റ് ഇപ്പൊ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങൾ ഇങ്ങനെ, അതായത് ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് ഇങ്ങനൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇങ്ങനൊരു ആഹ്വാനം വന്നത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതില് ശരിക്കും ഒരു സഭാവിശ്വാസിയായ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ തിരുവസ്ത്രത്തിനൊക്കെ നമ്മളൊരു മാന്യത കൊടുക്കുമല്ലോ. തിരുവസ്ത്രം ധരിച്ചെത്തുന്ന ഈ സ്ത്രീകളെ നമ്മുടെ സിസ്റ്റേഴ്സ് എന്നും കുറച്ചുകൂടെ പ്രായമുള്ളവരെ മദർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്റർ സഹോദരി എന്നുള്ള അർത്ഥം, മദർ അമ്മ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഇത് രണ്ടിലുമാണ് നമ്മൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മനോഭാവം പുലർത്തുന്നവരാണ് ഇത്തരക്കാർ എന്നുള്ള ഒരു തോന്നലുണ്ടാക്കും വിധമാണ് ഈ പറയുന്ന ടീന ജോസിന്റെ പ്രസ്ഥാനം വന്നിരിക്കുന്നത്. അതായത് സെൽട്ടൻ ഈ ഡിസൂസ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ, അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ഒരു ഇറക്കത്തിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് അങ്ങനെ ക്യാപ്റ്റൻ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത, പുള്ളി അദ്ദേഹം ഇടതുപക്ഷ വിശ്വാസിയായ ഒരാൾക്ക് എന്തായാലും പിണറായി വിജയനെ പുകഴ്ത്തുമല്ലോ, സ്വാഭാവികം. അതിന് താഴെയാണ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആ സമയത്തെങ്കിലും ബോംബ് എറിഞ്ഞ് കൊല്ലണം എന്ന് തന്നെയാണ് പറയുന്നത്. വെറും പാവത്താനായിരുന്ന അല്ലെങ്കിൽ പാവമായിരുന്ന രാജീവ് ഗാന്ധിയെ കൊല്ലാമെങ്കിൽ ഇന്ന് അദ്ദേഹത്തിനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പിണറായി വിജയനെതിരായി മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം, എത്ര രാഷ്ട്രീയ വിദ്വേഷം ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുനീർ സാഹിബ്, മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന മുനീർ സാഹിബ്, അദ്ദേഹത്തിന്റെ ഒരു സമയത്ത് അദ്ദേഹം ആ വല്ലാത്ത ഒരു ദാരുണാവസ്ഥയിൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം അദ്ദേഹം നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും 3-4 തവണ അദ്ദേഹത്തിന്റെ രോഗവിവരം അറിയാൻ വേണ്ടി അവരുടെ റിലേറ്റീവ്സിനെ വിളിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറയണം, ചില മനുഷ്യരെ തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു സമയമായിരുന്നു തന്റെ ജീവിതത്തിൽ അത്രയും കാലം, ഒരു 3-4 ദിവസം ഉണ്ടായത്. കാര്യം അത്രയും സമയത്ത് മനുഷ്യൻ ആണ്, രാഷ്ട്രീയമായി പല വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോഴാണ് മനസ്സിലാകുന്നത് പലപ്പോഴും ഈ മുനീർ സാഹിബ് പിണറായി വിജയനെ വ്യക്തിപരമായി കടന്നാക്രമിച്ച ഒരാളാണ്. അവർ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല, പരസ്പരം ഉള്ള ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് മുനീർ സാഹിബിന് ഒരു വെളിപാടുണ്ടായിക്കൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്ത ഒരു സാഹചര്യം കൂടെ നമ്മളിപ്പോ അനുസ്മരിക്കണം. ആ സമയത്താണ് ഇങ്ങനെ ഒരു വിശുദ്ധ വസ്ത്രം ധരിച്ച ചിത്രമൊക്കെ ഇട്ടുകൊണ്ട് ഒരു അഭിഭാഷക എന്ന് സ്വയം പരിചയപ്പെടുത്തി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ചെറുപ്പം മുതലേ തിരുവസ്ത്രം അണിഞ്ഞവർ സഹനവും ക്ഷമയും ഒക്കെ ഒരുപാടുള്ളവരാണ്, മാതൃകയാക്കണം, കണ്ടുപഠിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അതാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു തിരുവസ്ത്രം ധരിച്ച ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് മാത്രമല്ല അവരെ ഒഴിവാക്കി എന്ന് CMC പറയുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടായിരിക്കാം ഈ ടീന ജോസിനെ പോലെ ഒരാളെ എന്തുകൊണ്ടാണ് 2019 ഒഴിവാക്കി എന്ന് പറയുന്നു സമയത്ത്, 2009 പുറത്താക്കി എന്ന് പറയുന്നു. പക്ഷെ DP-യില് കണ്ടില്ലേ, ആ ധരിച്ച അതേ DP-യും ആണ് കിടക്കുന്നത്. അപ്പം ഇത്രയും കാലം എന്തുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല? അപ്പൊ അതായത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇവര് എന്ത് നടപടി പ്രകാരമാണ് അല്ലെ എന്താണ് ഇവരെ അവർക്ക് ഇനി മുതൽ അത് ഉപയോഗിക്കാനുള്ള അനുമതി ഇല്ല എന്ന് CMC പറഞ്ഞത് എന്നുള്ളതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ടായിരിക്കും ഇവര് ഒരുപക്ഷെ ഈ സഭാവിശ്വാസങ്ങൾക്ക് അതീതമായിട്ടോ അല്ലെ സഭാവിശ്വാസത്തിന് എതിരായിട്ടോ ഉള്ള ഇവരുടെ സഞ്ചാരം കൊണ്ട് ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഒരു കന്യാസ്ത്രീയ ഒരാളെടുക്ക് ഇനി മുതൽ നിങ്ങൾ ആ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സന്യാസിനി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നതിന് കാരണം മതിയായ കാരണം ഉണ്ടായിരുന്നിട്ട് തന്നെയാണ്. ഇപ്പൊ മഹാരാജ് ലോ കോളേജ് എവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ ഒരു അഭിഭാഷകയാണ് അവരവിടുത്തെ അധ്യാപിക ആയതുകൊണ്ടായിരിക്കും. അപ്പം അവർക്ക് അങ്ങനെ ഒരു അഭിഭാഷക വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇത്തരത്തിൽ എന്താണ് ഇപ്പൊ നമുക്ക് ഇപ്പം ഒരു നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രീയപരമായി നമുക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയമായി ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ സംസാരിച്ചു തീർക്കാം. അതുപോലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ ഇനി എങ്ങനെയൊക്കെ കിണഞ്ഞു ശ്രമിച്ചാലും നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി, അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എത്രയൊക്കെ രാഷ്ട്രീയം പറയുന്നവരാണെങ്കിലും അയാളുടെയും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റം വരുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ അധിക്ഷേപം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം
ഈ പറയുന്ന ടീന ജോസ് എന്ന് പറയുന്ന ഇവർക്ക് നമ്മുടെ 2020 കുന്നത്താടിന്റെ 2020യുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നു. അതിനൊരു പ്രചാരകയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്രിസംഗിവൽക്കരണം ഇവിടെ നടക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ സാബുവിൻ ജേക്കബ് കഴിഞ്ഞ ദിവസം പറയും ഞാൻ കൊണ്ടുവന്ന പദ്ധതികളെല്ലാമാണ് ഇവിടെ വികസനം എന്ന് പറയാണ്ട് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ലോകത്തിലേക്ക് ഏറ്റവും അധികം ആർഭാടത്തോടു കൂടി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറയപ്പെടുന്നു. ഇങ്ങനെ ഈ രീതിയിലുള്ള അധിക്ഷേപവുമായി ഒരു സൈഡിൽ ഈ പറയുന്ന പോലെ തോമസ് എന്താ പറയാ ജേക്കബ് തോമസ് സോറി അതിന്റെ പേര് സാബുവിൻ ജേക്കബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ഒരു അജണ്ടയുണ്ട്. എന്താണ് ഇവര്, എനിക്ക് തോന്നുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് സാബുവിൻ ജേക്കബിന്റെ പ്രസംഗം കേൾക്കുമ്പോഴും അങ്ങനെ ഇടത് വലത് മുന്നണികളെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ. അല്ലാതെ മറ്റൊരു മുന്നണി ഇവിടെ NDA എന്ന് പറയുന്ന ഒരു മുന്നണി വളർന്നു വരുന്നുണ്ട്. ആ മുന്നണിയെ കുറ്റം പറയുന്നതുകൊണ്ടാണ് 2020 എന്ന് പറയുന്ന സാബുവിൻ ജേക്കബിന് കഴിയാത്തത്. അപ്പൊ അവര് കൊണ്ടുവരുന്നത് ഒരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു 3ാം വട്ടം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇന്ന് തന്നെ VD സതീശന് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റപത്രം ഇറക്കിയെങ്കിൽ തന്നെയും അവർക്ക് അറിയാം 3ാം തവണയും ഈ പറയുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. അതിനുള്ള പോക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് പോലും വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. അവർക്ക് ഇനി എത്ര കാണിച്ച് ശ്രമിച്ചാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റില്ല. ഈ കാര്യം വ്യക്തമായി അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു വല്ലാത്ത ആദി കയറിയിട്ടുണ്ട്. അവർ ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സങ്കോചത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇത് എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വൈരാഗ്യത്തെ പുറത്തേക്ക് എത്തിക്കണം. ഇതാണ് ശരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളാണ് ഈ പറയുന്ന ടീന ജോസ് എന്ന് പറയുന്ന ഈ ഒരു കന്യാസ്ത്രീ എന്ന് പറയാൻ വിളിക്കാൻ കഴിയില്ല, ടീന ജോസ്. അപ്പൊ അവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ സർക്കാരും താഴെ കാണും. അതിന് പിണറായി വിജയനെ കൊല്ലണം. അജണ്ട പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരിക്കലും വ്യക്തി വിദ്വേഷമൊന്നുമില്ല. കാര്യം പിണറായി വിജയനെ അങ്ങനെ കൊല്ലാൻ തക്ക ദേഷ്യമുള്ള ആരാണ് ഇന്ന് കേരളത്തിലുള്ളത്? ഒരാളെങ്കിലും ഇന്ന് കേരളത്തിലുണ്ടാവും. ഈ പറയുന്ന മറിയക്കുട്ടി ചേട്ടത്തിക്ക് പോലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. പെൻഷൻ കിട്ടുന്നില്ല എന്നുകൊണ്ട് അവർ സമരം ചെയ്തെങ്കിൽ തന്നെയും അവർക്ക് പെൻഷൻ ഇപ്പൊ 2000 രൂപ അവർക്ക് കിട്ടില്ലേ? ചട്ടിയെടുത്തത് അവർ ഇറങ്ങിയോണ്ടല്ല അവർക്ക് പെൻഷൻ കിട്ടുന്നത്. സർക്കാരിന്റെ തീരുമാനമാണത്. ആശാവർക്കർമാർ സമരം അവസാനിപ്പിച്ച് പോയില്ലേ? അവർക്ക് എങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും? അപ്പം ഇവിടെ ഏതെല്ലാം മേഖലകളിൽ വികസനം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇവർക്കൊരു ഈ പറയുന്ന ഒരു BJP രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ തെറ്റാണ്. കാര്യം കേരളത്തില് മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടന്ന പോലെ ഏതെങ്കിലും മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഇവിടെ ഏതെങ്കിലും കന്യാസ്ത്രീകളെ ഇവിടെ ആക്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ക്രൈസ്തവ സഭകൾക്കെതിരായി എന്തെങ്കിലും നീക്കുപോക്കുകൾ എവിടെയെങ്കിലും നടത്തിയതായിട്ട് നമുക്കറിയാമോ? ഇല്ല. അപ്പൊ പിന്നെ ഇത് നമ്മളിപ്പോ കുറച്ചു നാള് മുന്നേ മോദിയുമായിട്ട് സഭാവിശ്വാസികൾ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നല്ലോ. അതും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ പ്രീണന നയമുണ്ട്. ഇപ്പം തൊട്ടടുത്ത ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം പ്രീണന നയം അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് ഇവിടെ ക്രിസംഖികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കാസ അതിനെ ഏറ്റവും തീവ്രമായി നിൽക്കുന്ന ഒരു നിലപാടുകാരാണ് ഈ കാസ എന്ന് പറയുന്നത്. അപ്പം കാസയുണ്ട്, ക്രിസംഖികളുണ്ട്, ഇവരുടെ എല്ലാം തീവ്ര നിലപാടാണ്. അത്തരത്തിലുള്ള നിലപാടുകളെ ഇങ്ങനെ ഈ കിട്ടുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ ഒന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ശരിക്കും ക്രിമിനൽ കുറ്റമാണ്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരായി ഈ രീതിയിലുള്ള ഒരു പരാമർശം, അതായത് ബോംബെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന തരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രീതിയിലേക്ക് പോകുമ്പോൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ്? ശരിക്കും ഇത് തീവ്രവാദ ബന്ധമൊക്കെ നമുക്ക് ആരോപിക്കേണ്ടി വരും. അവര് തീവ്രമായി ചിന്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അവര്. അപ്പം ഇങ്ങനെ ഒരാളിങ്ങനെ പറയുമ്പോൾ ഒരു 5 പേര് ചിന്തിക്കില്ലേ? ശരിയല്ലേ, മുഖ്യമന്ത്രി ബോംബെറിഞ്ഞ് കൊല്ലണ്ടേ? എന്തിന് 5 പേര് ചിന്തിക്കില്ലേ? ശരിക്കും ഒരു കലാപാഹ്വാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ, അതായത് നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ പ്രസംഗത്തിൽ ഒരു നബിയെ കുറിച്ച് പറയുന്നതിന് ശശികല ഭയങ്കരമായിട്ട് കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എന്തുകൊണ്ട് അവർക്ക് ആർക്കും പ്രതികരിക്കാൻ ഒന്നുമില്ലേ? അത് ഭീകരവാദം വളർത്താനായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. അതായത് ഇപ്പൊ മുസ്ലിങ്ങളില് അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറയും. അതായത് അങ്ങനെ പേരുള്ള നാമധാരികൾ എല്ലാവരും എന്തോ തെറ്റ് ചെയ്യുന്ന ഒരാള് എന്ന് അവര് മൊത്തം അതിനെ ജനറലൈസ് ചെയ്യാണ് അവർ ശരിക്കും ചെയ്യുന്നത്. അതില് നമ്മൾ പറയുന്നില്ല അവര് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തീവ്രവാദികളുണ്ട്, എന്നാൽ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാ വിഭാഗക്കാരുടെ ഇടയിലുണ്ടോ? ഇല്ല.
പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇസ്ലാമോഫോബിയ ബാധിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെ ഒന്നടങ്കം തീവ്രവാദികളിൽ നിന്ന് നബി എന്ന് വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയുന്നത് ഇവര് പിന്നെന്തിനാണ് മുസ്ലിം ഔട്ട്റീച്ചിന് വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരും BJP ഇവിടെ എന്താ ചെയ്യുന്നത്? മുസ്ലിങ്ങൾക്കിടയിലേക്ക് പോവുകയാണ്. നേരത്തെ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ കേക്കുമായിട്ട് പോയെങ്കിൽ ഇപ്പം മുസ്ലിംസിന്റെ ഇടയിലേക്ക് ബിരിയാണി കൊണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് പോകല്ലേ. അപ്പൊ ഈ രീതിയിൽ ഇതിനെല്ലാം ഒരു അസഹിഷ്ണുതയോടുകൂടി കാണുക. ഇപ്പൊ ദുൽഖർ സൽമാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭഗത് ഫാസിൽ എന്ന് പറയുന്ന ഒരാൾക്ക് ഇനി ജീവിതകാലത്ത് ദേശീയ പുരസ്കാരം, മമ്മൂട്ടിക്കെതിരെ എന്താണ്, മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ഇനിയും ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇവരോടെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ധിക്കാരപരമായ അല്ലെങ്കിൽ അവരാരും ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറയുന്ന ഒരു നയത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങളെ ചെറുത്തു നിൽക്കുന്ന ഒരു ശരിക്കും സംഘപരിവാർ ആശയങ്ങളോട് തീർത്തും എന്താ പറയാ കർക്കശ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ സാബു ജേക്കബിന് 2020 ഇങ്ങനെ കലാപാഹ്വാനം നടത്തുന്നവരെയാണ് സാബു ജേക്കബ് ഒരു പാർട്ടിക്കകത്ത് കൊണ്ട് നടക്കുന്നത്. അയാൾ ചെയ്യുന്നത് തന്നെ, സാബു ജേക്കബ് ചെയ്യുന്നതന്നെ തെറ്റാണ്. അതായത് ഇവിടെ സർക്കാർ ഓണറേറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ വാർഡ് പഞ്ചായത്ത് മെമ്പർമാർക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനും. അത് നിശ്ചിത തുകയാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം കുറച്ച് പണം അദ്ദേഹത്തിന്റെ CSR ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് ശമ്പളം എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ നാട്ടിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്താ സാബു ജേക്കബിന്റെ ശമ്പളക്കാരാണ്, കിറ്റക്സ് അമ്മിയുടെ ശമ്പളക്കാരാണ്. ഇങ്ങനെ ഇവരെ ശമ്പളം കൊടുത്തിരുന്ന അപ്പൊ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ക്രമത്തെ പോലും പണം കൊണ്ട് മൂടിയിട്ടുകൊണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ പോലും സ്വന്തം കമ്പനി സ്റ്റാഫുകളാക്കി മാറ്റുന്ന ആ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ടീന ജോസ്. അപ്പൊ അവർക്ക് എത്രത്തോളം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും? അല്ലെങ്കിൽ ഈ പറയുന്ന സാബു ജേക്കബ് എത്ര ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു? അപ്പൊ ഇവർ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു വളർച്ചയുണ്ട്, അല്ലെങ്കിൽ കേരളം ഈ ഫ്രസ്ട്രേഷൻ പുറത്തേക്ക് വരുന്നു. കാര്യം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കേരളം ഉണ്ടാക്കിയെടുത്ത ഒരു വികസനമുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും നമ്മുടെ വ്യാവസായിക മേഖലയിലാണെങ്കിലും ടൂറിസം മേഖലയിലാണെങ്കിലും ഏതെല്ലാം മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും നമ്മുടെ കേരളം കൈവരിച്ചിരിക്കുന്ന ഒരു പുരോഗതിയുണ്ട്. മറ്റ് ഇപ്പൊ ബീഹാറിൽ JDU അവിടെ നിന്നിട്ട് 10,000 രൂപ വീതം വീട്ടമ്മമാർക്ക് പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവരെല്ലാവരും വോട്ട് ചെയ്തത്? കാരണം അവിടെ ഈ 10,000 രൂപയ്ക്ക് വലിയ മൂല്യമുണ്ട്. ആ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വോട്ട് വീണിരിക്കുന്നത് എന്ന് പറയുന്നത്. ബീഹാറിലെ അവസ്ഥയല്ല നമ്മുടെ കേരളത്തിലേത്. അപ്പൊ ആ കേരളത്തിൽ എന്നിട്ടും നമുക്ക് വ്യാവസായികമായ മുന്നേറ്റത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തുടങ്ങി ഇതൊന്നും നടക്കുള്ള കാര്യമൊന്നുമില്ല. ഇനിയൊരു ഭരണമാറ്റം എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ റോഡുകളുടെ വികസനം കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള റോഡുകളുടെ അതേ അവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ റോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ. അല്ല അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി ഈ രീതിയിൽ എങ്ങനെയെങ്കിലും കൊന്നുകളയുക അല്ല ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് എത്തും എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം തീവ്രവാദ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെ അവരെ കാണാൻ കഴിയുള്ളൂ. അതെ, അപ്പൊ മുൻപേ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സഭയ്ക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സഭയുടെ നിയമങ്ങൾക്ക് എതിരായിട്ട് നിന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും അന്ന് പുറത്താക്കി. അത് ഇനി മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണോന്നും അറിയില്ല. അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്രയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇത് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് സഭയുടെ ഈ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടുള്ള ചിത്രം നീക്കം ചെയ്യാൻ എന്തുകൊണ്ട് സഭ ആവശ്യപ്പെടുന്നില്ല? സഭ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഒരിക്കലും പിന്നീട് അവർക്ക് പിന്നെ ഒരു ആ സഭയുടെ കീഴിൽ നിൽക്കും. എന്റെ അറിവാണ് തിരുവസ്ത്രം അണിയാൻ പാടുള്ളൂ. ആ സഭയിൽ പുറത്തു പോയാൽ അണിയാൻ വസ്ത്രം അണിയാൻ പാടില്ല. കന്യാസ്ത്രീ എന്നുള്ള നിലയിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനുള്ള അനുവാദം ആ പറയുന്ന CMC പോലുള്ള സഭ കൊടുത്തിട്ടില്ല. അതാണ് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന കാര്യം. അതാണ് പിന്നെ എന്തുകൊണ്ടാണ് ആ വസ്ത്രം അണിയാൻ അവരെ അനുവദിക്കുന്നത്? സഭയ്ക്ക് കേസ് കൊടുക്കാം. ഒരു പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന കാര്യമാണ്. ജനങ്ങൾ അടക്കുന്ന അങ്ങനെയാണ്. ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുന്ന തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് നടപടിയായിട്ട് പോകാൻ? ഇത് നിങ്ങൾ ഇനി പ്രദർശിപ്പിക്കാൻ പാടില്ല, ആ വസ്ത്രം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട് സഭ CMC കേസിൽ പോയിട്ടില്ല ഇതുവരെ? എന്തുകൊണ്ട് സഭ അവരെ അതിന് വിലക്കിയിട്ടില്ല? ഇപ്പൊ പോലെ ഈ വിഷയത്തിൽ ഇത് അവരെ പുറത്താക്കി എന്ന് പറഞ്ഞൊരു സർക്കുലർ മാത്രമേ പുറത്തെടുക്കുകയുള്ളൂ. ഇതിനെ കുറിച്ച് പ്രതികരിക്കുകയോ CMCയിലെ ആരും അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടൊന്നുമില്ല. തന്നെയുമല്ല, അങ്ങനെ ഒരു വിഷയം ഇനി ഉയർന്നു വന്നാൽ അതായത് CMCയുടെ നിലപാടായിരിക്കും അത് വ്യക്തമാകും. കാര്യം മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായി CMC സ്വീകരിക്കുന്ന ഒരു നിലപാടായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പം അതിന് CMCയുടെ അറിവോടെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ കമന്റ് ഇട്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത് നമുക്ക് ഒരു പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നിയമ നടപടി ഒന്നിനെ ഈ തിരുവസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന കൃത്യമായ ഒരു കർശനമായ വ്യവസ്ഥ കൊണ്ടുവരാൻ CMCക്ക് കഴിഞ്ഞാൽ
പക്ഷെ അതൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. മറുപടി ജനങ്ങൾ കൊടുക്കണം, തീർച്ചയായിട്ടും ജനങ്ങൾ തന്നെ കൊടുക്കേണ്ട കാര്യമുണ്ട്. കാര്യം ജനങ്ങൾക്ക് അറിയാം ഇന്നത്തെ എത്ര ജനദ്രോഹ സർക്കാരാണ് എന്ന് പ്രതിപക്ഷം ഇവിടെ കിടന്ന് വിളമ്പിയാലും ശരി, നമുക്കറിയാം സർക്കാർ ജനദ്രോഹ സർക്കാർ ആയിരുന്നില്ല എന്നും ജനത്തിന് എത്രത്തോളം ഉപകാരം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പൊ നിലവിലുള്ളതെന്ന് പൊതുജനത്തിന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം UDF കയറി കഴിഞ്ഞാൽ ഇവിടെ ഭവന പദ്ധതികൾ പലതും നിർത്തലാക്കും, അതോടൊപ്പം കിഫ്ബി എന്ന് പറയുന്ന സാധനം പിരിച്ചുവിടും. ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് അപ്രോച്ച്. നമുക്കെന്തിനാ വയനാട് തുരങ്കപാത നിർമ്മിക്കുന്നതിന് വരെ ഇടങ്കോലിട്ട ടീംസാണ് ഇവര് കോൺഗ്രസ്സുകാർ. അപ്പം എന്ത് വിശ്വസിച്ച് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണകൂടം കൊടുക്കും? വയനാട് ഫണ്ട് വെട്ടിച്ചു, അവിടെയും പിന്നെ സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ചു. ഇതെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്. പിന്നെ എന്ത് വിശ്വസിച്ച് നമ്മൾ അവർ കൊടുക്കും? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു വന്ന ഒരു സർക്കാരിനെ നമ്മൾ അനുകൂലിക്കുമോ? അതല്ല പിന്നെ ഈ അധികാരം ഇല്ലായിരുന്നിട്ട് പോലും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ നമ്മൾ വിശ്വസിക്കണം? സ്വാഭാവികമായിട്ട് ചോദ്യം വരുന്നത് അതാണ്. നമ്മൾ പറഞ്ഞെല്ലാം ചെയ്തു തന്നു, പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, പെൻഷൻ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ കണക്ട് വർക്ക് എന്ന് പറഞ്ഞാൽ യുവാക്കൾക്കായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നു. യുവതികൾക്ക് വേണ്ടിയിട്ട് ഒരു 1000 രൂപ വീതം അവർക്ക് പ്രതിമാസം ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ആ ഒരു പദ്ധതി കൊണ്ടുവന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള സർക്കാർ വേണോ? ഇത് പണ്ട് 18 മാസം പെൻഷൻ മുടക്കിയ സർക്കാർ നമുക്ക് വേണോ? അപ്പൊ ജനം തിരിച്ചറിയും ഇതൊക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങളാണ് ശരിക്കും ഈ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് പലരുടെയും. അതെ, തീർച്ചയായിട്ടും.